വർക്കല പനേറ കുന്നിൽ ദേവീക്ഷേത്ര തിരുനാൾ മഹോത്സവത്തിൻ്റെ സമാപനം. ആറാട്ട് ഘോഷയാത്ര. കുടുംബ കമ്മിറ്റി സെക്രട്ടറി മോഹൻലാൽ സാർ സ്ട്രേറ്റ് ഫോർവേഡിനോട് ക്ഷേത്ര മാഹാത്മ്യത്തെക്കുറിച്ച്. വർക്കല പനയറ കുന്നിൽ ദേവീക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ മോഹൻലാൽ സാർ, അതുപോലെ തന്നെ അദ്ദേഹം ട്രസ്റ്റിനോടൊപ്പം തന്നെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. അദ്ദേഹം കുന്നിൽ ദേവീക്ഷേത്രത്തിൻ്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ ഒരു ചെറിയ കാര്യം പറയും. ഈ പറഞ്ഞതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ട്രസ്റ്റ് അല്ല ഇത്, ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മുടെ കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രമാണെങ്കിൽ പോലും ഇവിടെ മറ്റുള്ള ജനങ്ങൾ, മറ്റുള്ള കുടുംബാംഗങ്ങളല്ലാത്ത ജനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സഹകരിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും അവർ വരുന്നുണ്ട്. വരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ശക്തിയുള്ളൊരു ദേവിയാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് നമ്മളെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം. അതാണ് പ്രത്യേകിച്ചും ഈ സന്താനമില്ലാത്തവരൊക്കെയുള്ള സന്താന ലാഭത്തിന് വേണ്ടിയാലും വിവാഹം നടക്കാതെ ഒരുപാട് നാളുകൾ ഇങ്ങനെ നടന്ന് കല്യാണം നടക്കാത്ത കേസുകളും ഇപ്പോൾ ദേവിയെ കണ്ട അപ്പോഴേ ശരിയാവുമെന്നാണ് ഇവിടെ പൊതുവെ ജനങ്ങളെ ഒരു സംസാരം. പിന്നെ അതുപോലെ തന്നെ ഈ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആളുകൾ ഈ സന്താനം ലഭിച്ച ആൾക്കാരെല്ലാം തൊട്ടിൽ ഇവിടെ കൊണ്ട് കെട്ടാറുണ്ട്, അന്നദാനം നടത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തൊട്ടിൽ തന്നെ ഒരുപാട് ഈ ക്ഷേത്രത്തിൻ്റെ 4 തൊട്ടിലാണ്. ഇപ്പോഴാണ് നമ്മൾ അഴിച്ചു മാറ്റി എല്ലാം ഇങ്ങോട്ട് മാറ്റി കെട്ടി അതിൻ്റെ അങ്ങോട്ട് കൊണ്ടുവന്നു. എല്ലാം കൂടെ ഒരുപാട് കൂടിയപ്പോഴും പിന്നെ അതുകൂടാതെ തന്നെ ഇത് കല്യാണം നടക്കാത്തത് ഇപ്പോൾ വരുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പ്രധാനമായിട്ട് ഞാൻ പറയുന്നൊരു പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പൗർണമി എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു ദിവസമാണ്. പൗർണമിക്ക് 108 വെള്ളപുഷ്പം കൊണ്ടുവന്ന് വെച്ച് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കണം. അമ്മേ, എനിക്കൊരു കുട്ടിയെ തരണം, അല്ലെങ്കിൽ എൻ്റെ കല്യാണം നടക്കുന്നില്ല, എനിക്കൊരു കല്യാണം ശരിയാവാൻ അമ്മ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ഉടൻ കിട്ടുമെന്നാണ് ജനങ്ങൾ, എൻ്റെ അഭിപ്രായമല്ല, അനുഭവസ്ഥർ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഏതുകൊണ്ടും വളരെ ഒരു ശക്തി സ്വരൂപിണി തന്നെയാണ് നമ്മളെ ദേവി. ആളിനെ ഞാൻ നേരിട്ട് മുമ്പ് കണ്ടിട്ടില്ല എങ്കിൽ പോലും അനുഭവങ്ങൾ ആവശ്യം പോലെ ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും മുൻകൂട്ടി അമ്മക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ തോന്നുന്നു കറക്റ്റ് അത് നടന്നിരിക്കും, കറക്റ്റാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ അറിയാതെയൊക്കെ ചില ആളുകൾ പല ഇതും ചെയ്യും. ഇപ്പോൾ അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പഞ്ചായത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നും, ചിലപ്പോൾ അത് ഇങ്ങനെ വരും, അത് നമ്മളങ്ങനെ ചെയ്യണം, അത് ചെയ്താൽ അതിൻ്റെ കറക്റ്റ് കഴിയുമ്പോൾ അത് ഞാൻ ചെയ്തോ കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ക്ഷേത്രം ഇപ്പോഴും ഇന്നലെ ആയിരുന്നു ചമയുള്ളൊക്കെ എന്ത് ജനം കണ്ടു കാണുമല്ലേ, എല്ലാം അത്ര ആ ഒരു പവറാണ് ഇവിടുത്തെ ദേവിയുടെ ആ ഒരു അനുഗ്രഹം കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഇത് എത്ര വർഷത്തെ പഴക്കം വരും ഈ ക്ഷേത്രം? 27ാമത്തെ ഉത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 27 വർഷമായി. മകരമാസത്തിലെ കാർത്തികയാണ് ദേവിയുടെ തിരുനാൾ. പ്രതിഷ്ഠ നടത്തിയത് പുണർഗത്തിനാണ്. അപ്പോൾ അതായത് 1998 ഫെബ്രുവരി 12 ആണ് പ്രതിഷ്ഠ ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ 27 വർഷം. സാർ, ഇത് നേരത്തെ ചെറുവിള മാടങ്കാവ് എന്നുള്ള അറിയപ്പെട്ടിരുന്നത് തന്നെ തീർച്ചയായിട്ടും മാടങ്കാവായിരുന്നു. ഇതൊരു കാവായിരുന്നു. അപ്പോൾ പിന്നെ ദേവപ്രശ്നം കാര്യങ്ങളൊക്കെ വെച്ച് ദേവപ്രശ്നത്തിൽ പറഞ്ഞ് ഇത് ദേവിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അത് ദേവീ ക്ഷേത്രം, അത് വനദുർഗയാണ് വേണമെന്നാണ് ഒരു ഇത് വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞിട്ടും പല ആൾക്കാരും ഇങ്ങനെ ചോദിച്ചിങ്ങനെ വനദുർഗ ക്ഷേത്രത്തിന് സാധാരണ ഇത് ഈ മുകൾ ഭാഗം ഓപ്പണായിട്ട് കിടക്കും. അങ്ങനെ ചില ക്ഷേത്രങ്ങളുണ്ട്. അത് ഇല്ലാത്ത എന്താണ് കാര്യം, നമ്മൾ ഈ ക്ഷേത്ര നിർമ്മാണം നടത്താൻ വേണ്ടിയെല്ലാം തീരുമാനിച്ചപ്പോൾ തന്നെ ഫസ്റ്റിൽ ഞാൻ സെക്രട്ടറി ആയിട്ട് കയറി. നമ്മൾ ഫസ്റ്റിൽ പോയി ഇവിടുത്തെ കരുവാറ്റ ഗോവിന്ദൻ ജോൾസി അദ്ദേഹം
സ്ട്രേറ്റ് ഫോർവേഡ് പനേറ വർക്കല.